ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കണവ അഥവാ സ്ക്വിഡ് ഉപയോഗിച്ചുള്ള ഒരു ഫ്രൈ ആണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. ക്ലീൻ ചെയ്ത 750 ഗ്രാം കണവയാണ് നമ്മൾ ഇന്നിവിടെ ഫ്രൈ ചെയ്യുവാനായി ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുത്ത കണവകൾ നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ചെറിയ കണവകൾ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ 5 വെളുത്തുള്ളി അല്ലികൾ ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് ചതച്ചെടുക്കാം. ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കണവയിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ നാരങ്ങാ നീരും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യുവാനായി ഒരു 15 മിനിറ്റ് മാറ്റിവെക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്യുവാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കണവ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വറുത്തെടുത്ത കണവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന കണവ മുഴുവൻ ഫ്രൈ ചെയ്ത് തീരുന്നത് വരെ സെയിം പ്രോസസ്സ് തുടരുക. നമുക്കിനി വറുത്തെടുത്ത കണവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങായും സവാളയും ഇട്ട് കൊടുത്തുകൊണ്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.